ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? സോ എല്ലാവരും ഗംഭീരമായി തന്നെ പഠിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്നത് നമ്മുടെ ക്ലാസ് 12 CBSE ഫിസിക്സിനകത്തുള്ള ഏറ്റവും ചെറിയൊരു ചാപ്റ്ററാണ്. വെയിറ്റേജ് കമ്പാരിറ്റീവ്ലി കുറവാണ്. പക്ഷെ ആ ചാപ്റ്ററിന് വലിയൊരു ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മൾ നേടുന്ന ഓരോ മാർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്ററിന്റെ കൂട്ടത്തിൽ പെടുത്താൻ പറ്റുന്ന ചാപ്റ്ററാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. കാരണം ഇതിനകത്ത് വലിയ വലിയ ഭീമൻ ഡെറിവേഷൻസ് ഒന്നുമില്ല, കുഞ്ഞു കുഞ്ഞു ചോദ്യങ്ങളെ വരത്തുള്ളൂ. സോ അത് നമുക്ക് വളരെ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ സാധിക്കുന്ന, അടിച്ചെടുക്കാൻ സാധിക്കുന്ന മാർക്കുകളാണ്. സോ അത്തരത്തിൽ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് രാത്രി കൃത്യം 7 മണിക്ക് ഈ ചാപ്റ്ററിന്റെ ഒരു 1 ഷോട്ട് റിവിഷൻ ലൈവ് ഉണ്ടായിരിക്കും നമ്മുടെ സ്വന്തം യൂട്യൂബ് ചാനലിലാണ്. സോ അതാരും തന്നെ മിസ്സാക്കരുത്. ഇപ്പോൾ നമ്മൾ അതിന് മുന്നോടിയായിട്ട് കുറച്ച് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡീൽ ചെയ്താലോ? നമുക്ക് ഡീൽ ചെയ്യാം. സോ ഗൈസ്, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വളരെ ലളിതമായ ഒരു ചോദ്യമാണ്. എല്ലാവരും ഒന്ന് വായിച്ചു നോക്കുക. ദ മാഗ്നറ്റിക് ഫീൽഡ് ഇൻ എ പ്ലെയിൻ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഈസ് ഗിവൺ ബൈ. ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവിനകത്തുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ എക്സ്പ്രഷൻ അവർ നൽകിയിട്ടുണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറിന്റെ എക്സ്പ്രഷൻ ആണ് നൽകിയിരിക്കുന്നത്. അതായത് BY ഈസ് ഈക്വൽ ടു 2 into 10 raised to minus 7 sin 0.5 into 10 raised to 3x plus 1.5 into 10 raised to 11 t ടെസ്ല. ഇതാണ് നമ്മുടെ ഗിവൺ എക്സ്പ്രഷൻ. നമുക്ക് 2 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒന്നാമത്തെ ചോദ്യം ഒന്ന് വായിച്ചു നോക്കടാ. ഇൻ വിച്ച് ഡയറക്ഷൻ ഡസ് ദ എബോവ് വേവ് പ്രൊപ്പഗേറ്റ്? ഏത് ഡയറക്ഷനിലാണ് ആ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. അത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. അതിനു മുൻപ് നമുക്ക് നൽകിയിരിക്കുന്ന എക്സ്പ്രഷന്റെ ജനറൽ ഫോർമാറ്റ് എന്താണ്, അതിന്റെ സ്റ്റാൻഡേർഡ് ആയ ഫോർമാറ്റ് എന്താണ് എന്ന കാര്യം നമുക്ക് എഴുതിയാലോടാ. വളരെ ലളിതമായി നമുക്ക് എഴുതാൻ സാധിക്കും. ദാറ്റ് ഈസ് BY. അത് Y ഡയറക്ഷനിലാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത്. സോ BY ഈക്വൽ ടു എന്താണ് ഫോർമുല? B0 sin KX പ്ലസ് ഒമേഗ ടി. ഇതാണ് നമുക്ക് നൽകിയിരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറിന്റെ ജനറൽ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഏത് ഡയറക്ഷനിലാണ് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് മനസ്സിലാക്കുന്നത്. നോക്കടാ, കെയുടെ കൂടെ അഥവാ പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റിന്റെ കൂടെയുള്ള ഡയറക്ഷൻ എന്താണ്? അത് X ആണ് എന്ന കാര്യം മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ ഉത്തരത്തിൽ X ഡയറക്ഷൻ എഴുതിയാൽ പോരാ, മറിച്ച് നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ പ്ലസ് ഉണ്ട്. KX പ്ലസ് ഒമേഗ ടി ആണുള്ളത്. സാധാരണ ഫോമാറ്റ് എന്ന് വെച്ചാൽ K ഡയറക്ഷൻ മൈനസ് ഒമേഗ ടി ആണ് ഫോമാറ്റ് വരിക. അപ്പോഴാണ് പോസിറ്റീവ് ആക്സിസ് വരിക. ഇവിടെ പ്ലസ് ഒമേഗ ടി ആയതുകൊണ്ട് നെഗറ്റീവ് എക്സ് ആക്സിസ് ആയിരിക്കും എന്ത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ടാവുക? നമ്മുടെ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ടാവുക. മനസ്സിലാക്കുക, ഇവിടെ പ്ലസ് ഒമേഗ ടി ആണുള്ളത്. അതിനാൽ തന്നെ വെറും എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ പോരാ, മൈനസ് എക്സ് ആക്സിസിലാണ് എന്ത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്? യെസ്, നമ്മുടെ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. റൈറ്റ്, മൈനസ് എക്സ് ആക്സിസ്. ക്ലിയർ അല്ലേ? കൃത്യമായിട്ട് മനസ്സിലായില്ല. ഇതാണ് A ക്വസ്റ്റ്യന്റെ ഉത്തരം എന്ന് പറയുന്നത് കേട്ടോ. ദർ ഇസ് എ B ക്വസ്റ്റ്യൻ. എന്താണ് B ക്വസ്റ്റ്യനകത്ത് പറയുന്നത്? റൈറ്റ് ദ എക്സ്പ്രഷൻ ഫോർ ദ ഇലക്ട്രിക് ഫീൽഡ് ഓഫ് ദ എബോ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. നമുക്ക് നൽകിയിരിക്കുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറിന്റെ എക്സ്പ്രഷൻ നൽകിയിരിക്കുന്നത്. ഇതിന് പുറമെ ഇലക്ട്രിക് ഫീൽഡ് വെക്ടറിന്റെ എക്സ്പ്രഷൻ എന്തായിരിക്കും എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നിസ്സാരമല്ലടാ മക്കളെ, സിമ്പിളായി നമുക്ക് ആ എക്സ്പ്രഷൻ എഴുതാൻ സാധിക്കും. ദിസ് ഈസ് ദ B ക്വസ്റ്റ്യൻ. റൈറ്റ്, ശ്രദ്ധിക്കണം. ഇവിടെ നമുക്ക് മനസ്സിലായി വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് നെഗറ്റീവ് എക്സ് ഡയറക്ഷനിലാണ്. മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത് Y ഡയറക്ഷനിലാണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഏത് ഡയറക്ഷനിലായിരിക്കും ഉണ്ടാവുക? ഇലക്ട്രിക് ഫീൽഡ് ഉറപ്പായും ഉണ്ടാവുക Z ഡയറക്ഷനിലായിരിക്കും. ഒരു തർക്കമില്ല. ഇലക്ട്രിക് ഫീൽഡ് ഉറപ്പായും ഉണ്ടാവുക Z ഡയറക്ഷനിലാണ്. സോ Z ഡയറക്ഷനിലുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ എഴുതിയാൽ ജനറൽ എക്സ്പ്രഷൻ ആദ്യം എഴുതാം. Ez ഈക്വൽ ടു E0 സൈൻ KX പ്ലസ് ഒമേഗ ടി. ഒരു മാറ്റമില്ല. യൂണിറ്റ് വേണമെങ്കിൽ ന്യൂട്ടൺ പെർ കൂളം അല്ലെങ്കിൽ വോൾട്ട് പെർ മീറ്റർ എന്ന് എഴുതാം. അല്ലാതെ ഇതിന്റെ എക്സ്പ്രഷനിൽ മാറ്റമില്ല. KX പ്ലസ് ഒമേഗ ടി തന്നെയാണ് അകത്തുണ്ടാവുക. ഇതിനകത്ത് ഈ ടേമിന്റെ ഒക്കെ വാല്യൂസ് ചോദ്യത്തിനകത്ത് നൽകിയിട്ടുണ്ട്. പക്ഷെ E0ന്റെ വാല്യൂ നമുക്ക് ചോദ്യത്തിനകത്തില്ല. സോ ആദ്യം നമുക്ക് കണ്ടുപിടിക്കുന്നത് എന്താണ്? ഇവിടെയുള്ള E0ന്റെ വാല്യൂ ആണ്, അഥവാ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആണ്. അതിന്റെ ഫോർമുല നിങ്ങൾക്ക് അറിയാലോടാ മക്കളെ. E0 ബൈ B0 ഈക്വൽ ടു എന്താണ്? C ആണ്. അപ്പോൾ E0 ഈക്വൽ ടു എന്ത് വരും? B0 ഇൻറ്റു C എന്ന് വരും. B0 എത്രയാണെന്ന് ഇവിടെ കമ്പയർ ചെയ്താൽ പോരെ. B0ന്റെ സ്ഥാനത്ത് ഇവിടെയുള്ളത് എന്താണ് മക്കളെ? B0ന്റെ സ്ഥാനത്ത് ഇവിടെ 2 into 10 raised to minus 7 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ടേ. 2 into 10 raised to minus 7. സിയുടെ വാല്യൂ എത്രയാണ്? 3 into 10 raised to 8 which is equal to 3 ഉം 2 ഉം 6. 6 into 10 raised to minus 7 8 ആണ്. അപ്പോൾ വെറും 10. that is equal to 60. യൂണിറ്റ് എന്ത് വരും? ഇലക്ട്രിക് ഫീൽഡിന്റെ ആംപ്ലിറ്റ്യൂഡ് അല്ലേ? സോ ന്യൂട്ടൺ പെർ കൂളം അല്ലെങ്കിൽ വോൾട്ട് പെർ മീറ്റർ എന്ന രീതിയിൽ നിങ്ങൾക്ക് എഴുതാം കേട്ടോ. ഇനി നമുക്ക് EZ എഴുതാലോ. EZ ഈസ് ഈക്വൽ ടു E0ന് പകരം 60 സൈൻ കെയുടെ വാല്യൂ നമുക്ക് നൽകിയിട്ടുണ്ട്. 0.5 into 10 raised to 3. 0.5 into 10 raised to 3 x
പ്ലസ് ഒമേഗയുടെ വാല്യൂ നൽകിയിട്ടുണ്ട് 1.5 ഇൻറ്റു 10⁻11 1.5 ഇൻറ്റു 10⁻11 t ഇൻറ്റു വേണമെങ്കിൽ നമുക്ക് ന്യൂട്ടൺ പെർ കുളം. റൈറ്റ്, ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ അല്ലേ, സിമ്പിൾ ആയിട്ട് മനസ്സിലായില്ലേ? വളരെ ലളിതമായ ഒരു ചോദ്യമാണ്, ഈസി ആയി തന്നെ പ്രൊസീഡ് ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായി എന്നാണ് എൻ്റെ വിശ്വാസം. വെക്ടർ ആയതുകൊണ്ട് മുകളിൽ ഒരു വരയിട്ടുണ്ട്. സെറ്റ്, ഓൾ സെറ്റ്, ഹാപ്പി. സോ ഇതാണ് ഒരു ചോദ്യം. അടുത്ത ചോദ്യത്തിലൂടെ നടന്നാലോ ഇതിനേക്കാളും നിസ്സാരമായിട്ടുള്ള ചോദ്യമാണ്, പക്ഷെ എപ്പോഴും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട ചോദ്യമാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന്റെ ആപ്ലിക്കേഷൻ ഓറിയന്റഡ് ആയ ക്വസ്റ്റ്യൻസ്. ഓരോ ആപ്ലിക്കേഷൻസിലും ഏതു തരം ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ് യൂസ് ചെയ്യുക, ഏതാണ് നമുക്ക് പ്രിഫർ ചെയ്യാൻ സാധിക്കുക എന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ പരീക്ഷയിൽ ചോദിക്കാം. വിച്ച് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഈസ് യൂസ്ഡ് ഫോർ ദ ഫോളോയിങ് പർപ്പസ്? താഴെ നൽകിയിരിക്കുന്ന ആപ്ലിക്കേഷനിൽ ഏത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഒക്കെ യൂസ് ചെയ്യുക? റഡാർ സിസ്റ്റം. റഡാർ സിസ്റ്റം ഏതാണ് മക്കളെ? റഡാർ എയർക്രാഫ്റ്റ് നാവിഗേഷന് വേണ്ടി റഡാർ സിസ്റ്റത്തിനകത്ത് യൂസ് ചെയ്യുന്ന ഏതാണ്? മൈക്രോവേവ് ആണ് കേട്ടോ, മൈക്രോവേവ് ആണ് കേട്ടോ. റിമോട്ട് സ്വിച്ചസിനകത്ത് യൂസ് ചെയ്യുന്ന ആരാണ്? ഇൻഫ്രാറെഡ് ആണ്, തർക്കം ഉണ്ടാവില്ല, ഇൻഫ്രാറെഡ്. ലാസിക് ഐ സർജറിക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന ആരാണ്? അൾട്രാ വയലറ്റ് ആണ്. ക്യാൻസർ സെൽസിനെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആരാണ്? ഗാമ റേഡിയേഷൻസ് ആണ്. ക്ലിയർ അല്ലേ? സോ ഇത്തരം അപ്ലിക്കേഷൻസ് ഓറിയന്റഡ് ആയ ക്വസ്റ്റ്യൻസ് എപ്പോഴും പരീക്ഷാ പേപ്പറിൽ ചോദിക്കാറുണ്ട്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന്റെ വേവ് ലെങ്ത്തും ഫ്രീക്വൻസി റേഞ്ചും ഒന്ന് പഠിച്ചു വെച്ചോ. പൊതുവെ സ്റ്റേറ്റ് സ്റ്റുഡൻസിന് അതിന്റെ ആവശ്യമില്ല, പക്ഷേ CBSE എക്സാംസിന് അതിന്റെ ഫ്രീക്വൻസി ഓറിയന്റഡ് ആയ വേവ് ലെങ്ത് ഓറിയന്റഡ് ആയ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഒരു സെർട്ടൻ വേവ് ലെങ്ത് റേഞ്ച് അല്ലെങ്കിൽ ഫ്രീക്വൻസി റേഞ്ച് നൽകിയിട്ട് ഇത് ഏത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ്, അതിന്റെ രണ്ട് അപ്ലിക്കേഷൻ എഴുതുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ കുഴഞ്ഞു പോകും. കാരണം ആ ഫ്രീക്വൻസി റേഞ്ചിന് കറസ്പോണ്ടിങ് വേവ് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അതിന്റെ അപ്ലിക്കേഷൻ എഴുതാൻ. സോ കാര്യങ്ങൾ കൃത്യമായി തന്നെ മനസ്സിലാക്കുക. റൈറ്റ്, സോ ഗൈസ് വി ആർ മൂവിങ് ഫോർവേഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ബാക്കിയുള്ള ചോദ്യങ്ങൾ ഇന്നത്തെ ലൈവിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാവേ. ഇവിടെ നമുക്ക് കുറച്ച് ഇലക്ട്രോ മാഗ്നറ്റിക് വേവും അതിന്റെ കുറച്ച് അപ്ലിക്കേഷൻ നൽകിയിട്ടുണ്ട്. പ്രോപ്പർലി ഒന്ന് മാച്ച് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ ആണ്. ഒന്നാമത് നോക്കണം, അൾട്രാ വയലറ്റ് ലൈറ്റ്. അൾട്രാ വയലറ്റിന്റെ അപ്ലിക്കേഷൻ എന്താണ്? അതെന്തിനു വേണ്ടിയിട്ടാണ്? യെസ്, കിൽ ബാക്ടീരിയ ആൻഡ് ജേംസ്. ശരിയല്ലടാ? വാട്ടർ പ്യൂരിഫയേഴ്സിനൊക്കെ അൾട്രാ വയലറ്റ് യൂസ് ചെയ്യാനുള്ള കാരണം അതിനകത്തുള്ള ജേംസിനെയും ബാക്ടീരിയാസിനെയും കൊല്ലാൻ വേണ്ടി തന്നെയാണ്. സോ ഇതിന്റെ അപ്ലിക്കേഷൻ കിൽ ബാക്ടീരിയ ആൻഡ് ജേംസ്. ഗാമ റേസ്. ഗാമ റേസ് ക്യാൻസർ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടാണ്, റേഡിയേഷൻ തെറാപ്പി ഓക്കെ അതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. ക്യാൻസർ ട്രീറ്റ്മെന്റ്, ക്യാൻസർ സെൽസിനെ കൊല്ലാൻ വേണ്ടിയിട്ട്. റൈറ്റ്. ഇൻഫ്രാറെഡ്. ഇൻഫ്രാറെഡ് എന്തിനാണ്? യെസ്, റിമോട്ട് കൺട്രോളിനകത്താണ് ഇൻഫ്രാറെഡ് ഉപയോഗിക്കുന്നത്. റേഡിയോ വേവ്സ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടല്ല യൂസ് ചെയ്യുന്നത്. റേഡിയോ വേവ്സ് ആണ് മൊബൈൽ ഫോൺ, ടെലിവിഷൻ, റേഡിയോ കമ്മ്യൂണിക്കേഷൻ എല്ലാം വേണ്ടി യൂസ് ചെയ്യുന്നത് റേഡിയോ വേവ്സ് തന്നെയാണ്. അടുത്ത എക്സ്റേ. എക്സ്റേ യൂസ് ചെയ്യുന്നതാണ്. എക്സ്റേ അവിടെ നിൽക്കട്ടെ. അതിന് മുമ്പ് മൈക്രോവേവ് എയർക്രാഫ്റ്റ് നാവിഗേഷൻ, എക്സ്റേ പ്രൊഡ്യൂസ് ചെയ്യുന്ന അയണൈസേഷൻ ട്യൂബ്സ് വഴിയാണ് കേട്ടോ. ഓക്കെ അല്ലേ? സോ എല്ലാം സെറ്റ് അല്ല, അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? സോ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ, അപ്ലിക്കേഷൻ ഓറിയന്റഡ് ആയ ചോദ്യങ്ങൾ പരീക്ഷകളിൽ ചോദിക്കാം. ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇന്നത്തെ ലൈവിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സൈലത്തിന്റെ അഗ്നി ബാച്ചിനകത്ത് അഡ്മിഷൻ എടുക്കാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പോൾ കറന്റ് വിദ്യാരംഭത്തിന്റെ ഓഫർ കറന്റ് ഓൺഗോയിങ് ആണ്. 50% ഫീസ് റിഡക്ഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഉടനെ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 9954000800 എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് അഡ്മിഷൻ ഉറപ്പാക്കുക. സോ ഗൈസ്, ലവ് യു ഓൾ. കാണാം ലൈവിൽ. ബൈ.